സുഹൃത്തുക്കളെ, സല്യൂട്ട്. ആർമി ഓഫീസേഴ്സിന്റെ ഇടയിലും പോലീസ് ഓഫീസേഴ്സിന്റെ ഇടയിലും ഒരു ശീലമുണ്ട്. ഏതെങ്കിലും ഒരു മീറ്റിങ്ങിൽ സഹപ്രവർത്തകരെയോ അല്ലെങ്കിൽ ജൂനിയർ ഓഫീസേഴ്സിനെയോ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ അവരെ വിളിക്കുക ജെന്റിൽമെൻ എന്ന്. ചിലപ്പോൾ ഫ്ലൈറ്റിലൊക്കെ കയറുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്നാണ് അനൗൺസ്മെന്റ് തുടങ്ങുന്നത്. ചില പ്രസംഗങ്ങൾ ഇംഗ്ലീഷിൽ പറയുമ്പോഴും ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ലേഡി ഇല്ലാത്തത് കൊണ്ട്, അതായത് പട്ടാളവും പോലീസും ഒന്നും ലേഡീസ് ഇല്ലാത്ത ഒരു വകുപ്പായതുകൊണ്ട് ലേഡി എന്നുള്ള പദം പൂർണ്ണമായി മറന്നുകൊണ്ട് ജെന്റിൽമെൻ എന്ന് മാത്രം ഉപയോഗിക്കുന്ന ഒരു ശീലമുണ്ട്. എന്നെ സർ എന്ന ആൾക്കാർ അഭിസംബോധന ചെയ്യുന്നത് പോലും എനിക്ക് അരോചകമായി തോന്നാറുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോൾ ശ്രീലേഖ സർ എന്നൊക്കെ പറയുമ്പോൾ ഒരു വല്ലാത്തൊരു തോന്നലാണ്, ശ്രീലേഖ സാറോ ഒട്ടും ചേരുന്നില്ലല്ലോ എന്ന്. ഞാൻ ഒരിക്കലും അവരോട് മാഡം എന്നെ വിളിക്കണമെന്ന് പറയാറില്ലെങ്കിലും വളരെ പതിയെ പതിയെയാണ് മാഡം എന്നുള്ള ഒരു ടേം തന്നെ പോലീസിൽ ഉരുത്തിരിഞ്ഞ് വരുന്നത്. അതിനു മുമ്പ് എല്ലാവരും സർ ആയിരുന്നു. ആദ്യകാലത്ത് ഞാൻ അണ്ടർ ട്രെയിനിങ് ASP ആയി കോട്ടയത്ത് പോകുമ്പോൾ കോട്ടയത്തെ എൻ്റെ SP രാജീവൻ സാറായിരുന്നു, VR രാജീവൻ സാറ്. സാറിന് എന്നോട് ഒരു അനിയത്തിയെ പോലെയുള്ള സ്നേഹം ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെയാണ് എൻ്റെ പേഴ്സണൽ സെക്യൂരിറ്റി ആയിട്ട് ആദ്യം എനിക്ക് സാറ് തന്നത്. സുഭദ്രക്കുട്ടി അമ്മ എന്നായിരുന്നു അവരുടെ പേര്. ഒരു പാവം, ഒരു വളരെ പാവമായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. നമുക്കൊന്നും അറിയില്ലല്ലോ. അപ്പൊ ഞാൻ പുരുഷന്മാരെ തന്നെ എൻ്റെ സെക്യൂരിറ്റി ആയിട്ട് വേണമെന്ന് ശഠിക്കാനൊന്നും പോയില്ല. ഒന്നാമത്തെ കാര്യം, എനിക്ക് സെക്യൂരിറ്റി വേണമെന്ന് പോലും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് പറഞ്ഞിട്ടുള്ളതാണ്, എല്ലാ IPS ഓഫീസേഴ്സിനും ASP അണ്ടർ ട്രെയിനിങ് ആയിട്ട് വരുമ്പോൾ ഒരു സെക്യൂരിറ്റി ആളെ തരും. SP ആകുമ്പോൾ അത് രണ്ടാവും, മാറി മാറി വരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇപ്പോൾ കോട്ടയത്ത് തന്നെ ആയതുകൊണ്ട് ഞാൻ പോലീസ് ക്ലബ്ബിൽ താമസിക്കുന്നു. അതിൻ്റെ അടുത്തുള്ള ക്വാർട്ടേഴ്സിലാണ് സുഭദ്ര ഉണ്ടായിരുന്നത്. അപ്പൊ സുഭദ്രക്കുട്ടി എൻ്റെ അടുത്ത് വരുമായിരുന്നു എപ്പോഴും. പിന്നെ ശ്രീലേഖ സാറേ സാറേ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞാനത് സാറേ എന്ന് വിളിക്കുന്നതിനോടൊരു വിരോധം ഉണ്ടെങ്കിൽ പോലും ഞാനത് തിരുത്താൻ പോയിട്ടില്ല. പിന്നീട് ആലപ്പുഴയിലെ ചേർത്തല ASP ആയിട്ട് പോകുമ്പോഴും എനിക്ക് അതേ പാത പിന്തുടർന്നുകൊണ്ട് ആലപ്പുഴ AR ക്യാമ്പിൽ നിന്ന് ഒരു വനിതാ ഓഫീസറെ എനിക്ക് വേണ്ടി നിയോഗിച്ചു. വളരെ നല്ല സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു രമണിക്കുട്ടി അമ്മ. ഇങ്ങനെ സാരിയൊക്കെ ഉടുത്ത് വരുന്ന കാണാൻ തന്നെ ഒരു നല്ല ചന്തം ഉണ്ടായിരുന്നു. ഒരുങ്ങിയൊക്കെ വരും, നല്ല പൊട്ടൊക്കെ തൊട്ട് എപ്പോഴും ചിരിച്ചോണ്ടിരിക്കും. ASP അണ്ടർ ട്രെയിനിങ് ആയിട്ട് 3 മാസമല്ലേ ഉള്ളൂ. അതിൽ പോലും വളരെ ചെറിയ സമയം മാത്രമാണ് സുഭദ്രക്കുട്ടിയോടൊപ്പം ചെലവഴിച്ചിട്ടുള്ളൂ. പക്ഷെ അമ്മണിക്കുട്ടി അമ്മ എൻ്റെ കൂടെ കുറേ നാളുണ്ടായിരുന്നു. ഞാൻ ASP ചേർത്തലയായിട്ടിരുന്ന അത്രയും സമയവും അമ്മണിക്കുട്ടിയും എന്നെ സാർ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് കുറെ നാളത്തേക്ക് സർ സർ എന്നാണ് എന്നെ എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത്. കാരണം പോലീസിൽ അങ്ങനെയാണല്ലോ, സല്യൂട്ട് ചെയ്യുമ്പോഴും എന്തെങ്കിലും ഓർഡേഴ്സ് ഒക്കെ കൊടുക്കുമ്പോഴും സർ സർ എന്നാണ് പറയുന്നത്, മാഡം മാഡം എന്ന് പറയാറില്ല. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് തോന്നിയെങ്കിൽ പോലും അത് ഞാൻ അങ്ങ് അടക്കി. പക്ഷേ ചില മീറ്റിങ്ങുകളിലൊക്കെ ചെന്നിരിക്കുമ്പോൾ ജെന്റിൽമെൻ എന്ന് പറഞ്ഞ സീനിയർ ഓഫീസേഴ്സ് സംസാരിക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഇടയിലൂടെ കൈ പൊക്കി കാണിക്കാറുണ്ട്. ജെന്റിൽമെൻ മാത്രമല്ല, ഒരു സ്ത്രീയും ഇവിടെ ഇരിപ്പുണ്ട് എന്ന് കാണിക്കാനായിട്ട്. അപ്പോ ആൻഡ് ലേഡി എന്ന് പറഞ്ഞ് അദ്ദേഹം ഇരുത്തി മൂളി എന്നെയും കൂടെ അഡ്രസ്സ് ചെയ്തിട്ടായിരിക്കും സംസാരിക്കുക. നാഷണൽ പോലീസ് അക്കാഡമിയിലെ പരിശീലനത്തിനിടയിലൂടെ ഞങ്ങൾ 8 പേരുണ്ട്, വലിയ ഒരു സംഘമായിരുന്നു. ആദ്യമായിട്ട് വനിതാ IPS ഓഫീസേഴ്സ് 1987 ബാച്ചായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു തീരുമാനം എടുത്തു, ഏതെങ്കിലും ആൾക്കാർ നമ്മളെ ജെന്റിൽമെൻ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്താൽ നമ്മൾ ആൻഡ് ലേഡി എന്ന് ഉറക്കെ വിളിച്ച് പറയണം, എല്ലാവരും കൂടെ ചേർന്ന് എന്ന്. അവിടെ വെച്ച് എന്ത് സംഭവിച്ചാലും, അതായത് ആരെങ്കിലും വന്ന് ബോയ്സ് എന്ന് വിളിച്ചാൽ ഗേൾസ് എന്ന് ഞങ്ങൾ പറയും. ജെന്റിൽമെൻ എന്ന് സീനിയർ ഓഫീസേഴ്സ് ആരെങ്കിലും വന്ന ഒരു കോൺഫറൻസിൽ സംസാരിച്ച് ആൻഡ് ലേഡീസ് എന്ന് ഞങ്ങൾ വിളിച്ച് പറയും. അപ്പൊ ആരെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഗ്രൂപ്പുകളിലാണെങ്കിൽ പോലും ആരെങ്കിലും വന്ന് ജെന്റിൽമെൻ എന്ന് വിളിക്കുമ്പോൾ ഒരാൾ കൈപൊക്കിയാൽ മറ്റെല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ സപ്പോർട്ട് ചെയ്ത് വരുന്ന അന്തരീക്ഷത്തിൽ നിന്ന് വന്നത് കൊണ്ട് എനിക്ക് ധൈര്യമായിരുന്നു. ആരെങ്കിലും ഇതുപോലെ പുരുഷന്മാരെ മാത്രമായിട്ട് അഭിസംബോധന ചെയ്യുമ്പോൾ ഞാനും കൂടെ ഇവിടെ ഇരിപ്പോട്ടെ, ഞാനും കൂടെ റെലവൻ്റ് ആണ്, എന്നെയും കൂടെ അഭിസംബോധന ചെയ്ത് സംസാരിക്കണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയോടുകൂടി ഞാൻ കൈപൊക്കി കാണിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു മീറ്റിങ്ങിന്റെ സമയത്ത്, ഇത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ്, ഞാൻ ADGP ആയി ഇരിക്കുമ്പോഴാണ്. അപ്പോൾ കുറെ വനിതാ ഓഫീസേഴ്സ് കേരളത്തിലുണ്ട്. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗ് നടത്തും. സാധാരണ വലിയ ഉയർന്ന വിസിറ്റിംഗ് ഓഫീസേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് റിട്ടയർഡ് ഓഫീസേഴ്സോ അല്ലെങ്കിൽ മറ്റ് പല ഓഫീസുകളിൽ ഇരിക്കുന്ന ആൾക്കാരും ഒക്കെ വന്ന് സംസാരിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് സെൻകുമാർ സാറായിരുന്നു DGP. അന്ന് അജിത് കുമാർ ഡോവൽ എന്ന് പറയുന്ന കേരള കാഡർ IPS ഓഫീസർ, അദ്ദേഹം ഇപ്പോൾ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറാണ്, അന്നുമായിരുന്നു. മോഡി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മുതൽ ഡോവൽ സാറായിരുന്നു നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ. അദ്ദേഹത്തെ ജോലി ചെയ്ത് നല്ല പരിചയമുണ്ട്. പല ഫംഗ്ഷൻസിനും വന്നപ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുമുണ്ട്. അദ്ദേഹം ഒരു ദിവസം
NSA ആയിട്ട് ഇരുന്നുകൊണ്ട് തന്നെ കേരളത്തിൽ വന്നപ്പോൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഒരു ചെറിയ ടീ പാർട്ടി കൊടുക്കുകയും സീനിയർ ഓഫീസേഴ്സിനോട് സംസാരിക്കാനായിട്ട് ഒരു അവസരം ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം വളരെ നല്ല ഓഫീസറാണ്. അദ്ദേഹം വന്നിരുന്ന് ഞങ്ങളോടൊക്കെ സംസാരിച്ചു. കുറേ നേരം സെക്യൂരിറ്റിയെ കുറിച്ച്, രാജ്യത്തിന്റെ സുരക്ഷയെക്കുറിച്ചും ത്രെറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചും ഒരു 35-40 മിനിറ്റോളം അദ്ദേഹം സംസാരിച്ചു. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു. കുറെ ചോദ്യങ്ങൾ പലരും ചോദിച്ചു. അതിനൊക്കെ അദ്ദേഹം മറുപടി തന്നു. അപ്പൊ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു ബോർഡ് റൂം എന്നാണ് ഇപ്പൊ പറയുന്നത്. പക്ഷെ അത് നേരത്തെ കോൺഫറൻസ് ഹാൾ ആയിരുന്നു. അവിടെ ഒരു 30-40 പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. അപ്പൊ സീനിയർ IPS ഓഫീസേഴ്സിനെ മാത്രം, സീനിയേഴ്സ് വളരെ PHQയിലുള്ള ഓഫീസേഴ്സിനെ മാത്രമാണ് അന്ന് അവിടെ വിളിച്ചിരുന്നത്. ഞാനും മറ്റൊരു വനിതാ ഓഫീസറും മാത്രമേ ലേഡീസ് ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും പുരുഷന്മാരായിരുന്നു. അപ്പൊ ഞാൻ കേട്ടോണ്ടിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോക്കായിരുന്നു. അദ്ദേഹം അവസാനം പറഞ്ഞു, ഇംഗ്ലീഷിൽ പറഞ്ഞു, I am very happy to come back to my Kada Kerala and meet all my brother officers എന്ന്. മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്താൽ, ഞാൻ കേരളത്തിലേക്ക് എൻ്റെ കാഡറിലേക്ക് തിരിച്ചു വരുന്നതിലും ഇവിടെയുള്ള എൻ്റെ സഹോദരന്മാരായിട്ടുള്ള ഓഫീസേഴ്സിനോട് സംസാരിക്കുന്നതിലും അതീവ സന്തോഷവാനാണ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അത് കേട്ട ഉടനെ തന്നെ ഞാൻ അറിയാതെ എൻ്റെ കൈ പൊങ്ങിപ്പോയി. എൻ്റെ അക്കാഡമി ട്രെയിനിങ് സമയത്തെ ഓർമ്മയിൽ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ആൻഡ് സിസ്റ്റർ ഓൾസോ എന്ന് ഞാൻ ഉറക്കെ പറഞ്ഞു. ഇടയ്ക്ക് അവിടെ നിന്നൊക്കെ ചെറിയായിട്ട് ചിരി ഉണ്ടെങ്കിലും ചിലരുടെ മുഖത്തൊക്കെ ഇങ്ങനെ പരിഭവം കണ്ടു. പക്ഷെ ഞാൻ പറഞ്ഞു നിർത്തിയതും അദ്ദേഹത്തിന് പ്രതികരിക്കാൻ അവസരം കൊടുക്കുന്നതിന് മുൻപേ എൻ്റെ കൂടെ ഇരുന്ന വനിതാ ഓഫീസർ ഉറക്കെ പറഞ്ഞു, ബ്രദേഴ്സ് ഇൻക്ലൂഡ് സിസ്റ്റേഴ്സ് ഓൾസോ, സർ മെന്റ് ദാറ്റ് വി ആർ ഓൾ ഇൻക്ലൂഡഡ് എന്ന് അവരെങ്ങനെ പറഞ്ഞു. അപ്പം എനിക്കത് വളരെ ഞെട്ടലുണ്ടാക്കി. കാരണം എനിക്ക് അപ്രതീക്ഷിതമായിരുന്നു. ഞങ്ങളെല്ലാം സ്ത്രീകളും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന, വനിതാ ഓഫീസേഴ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിൽ ഞാൻ തമാശ രൂപത്തിൽ പറഞ്ഞത് അത് സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ട് സാറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, സാർ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ബ്രദേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റേഴ്സും കൂടെ ഉൾപ്പെടുന്നു എന്നുള്ള മട്ടില് പറഞ്ഞു. സാറും ഞെട്ടിപ്പോയി, എല്ലാവരും ഞെട്ടിയിരുന്നു. അപ്പൊ എല്ലാവരും ഞങ്ങളിങ്ങനെ നോക്കുകയാണ്. അപ്പൊ ഞാൻ ആ ലേഡി ഓഫീസറിനോട് ചോദിച്ചു, വിച്ച് ഡിക്ഷണറി സേസ് സോ, ഏത് ഡിക്ഷണറിയിലാണ് ബ്രദർ എന്ന് പറഞ്ഞ സിസ്റ്ററും കൂടെ ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞു, ഇൻ ഓൾ ലോസ് വെനെവർ മാൻ ഈസ് മെൻഷൻഡ് വുമൺ ഈസ് ഓൾസോ ഇൻക്ലൂഡഡ് എന്ന്. അത് ശരിയാണ്. എല്ലാ നിയമങ്ങളും എഴുതിയിരിക്കുന്നത് 19-ാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷ് നിയമങ്ങളുടെ പിന്തുടർന്നാണ് എഴുതിയിരിക്കുന്നത്. അതിനകത്തൊന്നും വുമൺ ഒരു പദവേ ഇല്ല. കാരണം വുമൺ നിയമവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ആൾക്കാരാണല്ലോ. പോലീസുമായിട്ട് ബന്ധമില്ല, നിയമവുമായിട്ട് ബന്ധമില്ല. പെറ്റീഷണറായിട്ട് മാത്രം സ്ത്രീകളെ കാണുന്ന ഒരവസ്ഥയിൽ എഴുതിയ നിയമങ്ങളായതുകൊണ്ട് അതിന്റെ പിന്തുടർച്ചയായിട്ട് വന്നതാണ് ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, ഇന്ത്യൻ എവിഡൻസ് ആക്ട് തുടങ്ങിയ എല്ലാ നിയമങ്ങളും കേരളത്തിലും ഇന്ത്യയിലും. നിയമങ്ങളുടെ വ്യാഖ്യാനത്തിൽ സുപ്രീം കോടതി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, wherever man is used it includes woman also എന്ന്. നിയമത്തിലല്ല പറയുന്ന, ഒരു സുപ്രീം കോടതി ജഡ്ജ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇൻക്ലൂസീവ് ആണ്, ഒരു സ്ത്രീയും കൂടെ ചേർത്തതാണ് എന്ന് നമുക്ക് നിയമപരമായിട്ട് വ്യാഖ്യാനിക്കാം. പക്ഷെ ഒരാള് വന്ന്, ഒരു ഡിഗ്നിറ്ററി വന്ന് സംസാരിക്കുമ്പോൾ ബ്രദേഴ്സ് 2 എന്ന് പറയുന്നതിനകത്ത് സിസ്റ്ററും കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് അത് വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഇത് ഒരു വഴക്കിന്റെ ഒരു സീരിയസ് ആയിട്ട് പോണു എന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കും ഡോവൽ സാർ പെട്ടെന്ന് ഇടപെട്ടിട്ട് പറഞ്ഞു, ഐ ആം വെരി സോറി, ഐ ആം സോ സോറി. എന്നെ അപ്പോളജൈസ് ചെയ്തു അദ്ദേഹം. പാവം, അത്രയ്ക്ക് ശുദ്ധ ആത്മാവാണ്, അത്രയ്ക്ക് നല്ല മനുഷ്യനായതുകൊണ്ട്. അദ്ദേഹം പറഞ്ഞു, ഐ ആം സോ സോറി. ഞാനൊക്കെ വന്ന സമയത്ത്, ഞാൻ വളരെ സീനിയർ ബാച്ചാണ്, ഞാനൊക്കെ വന്ന സമയത്ത് സ്ത്രീകൾ എന്ന് പറയുന്നത് സീനിയർ ഓഫീസേഴ്സിന്റെ ഇടയിൽ ഇല്ലായിരുന്നത് കൊണ്ട് ജെന്റിൽമെൻ യൂസ് ചെയ്ത് ശീലിച്ചു പോയി. അതുകൊണ്ട് പിന്നീടാണ് കിരൺ ബേഡി വരുന്നത്. അപ്പൊ അതിനുശേഷമാണ് ലേഡി എന്നുള്ളൊരു പദം തന്നെ പോലീസിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇറ്റ് ഇസ് മൈ മിസ്റ്റേക്ക്, ഐ അപ്പോളജൈസ് ഫോർ ദാറ്റ്. ഞാൻ പറഞ്ഞു, സർ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്, ഇറ്റ്സ് മെന്റ് ആസ് ഫൺ എന്നൊക്കെ പറഞ്ഞ് ഞാനും അത് ലൈറ്റായിട്ട് മാറ്റി. അദ്ദേഹം അത് പോയി, അത്രയ്ക്ക് നല്ല ഒരു മനുഷ്യനായതുകൊണ്ട്. അപ്പം മീറ്റിങ്ങിൽ പോലും ഇതുപോലെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിട്ടുള്ളപ്പോഴും ഒക്കെ ഞാൻ സർവീസിൽ ഇരുന്നുകൊണ്ട് അതിനെതിരെ പ്രതികരിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഒരുപാട് ഇതുപോലെ സമ്മേളനങ്ങളിലും മീറ്റിങ്ങുകളിലും പങ്കെടുക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ളവരാണ് ഞങ്ങൾ എല്ലാ IPS ഓഫീസേഴ്സും. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോൾ നിയമസഭാ കമ്മിറ്റികളുണ്ട്, പലതരത്തിലുള്ള കമ്മിറ്റീസ് ഉണ്ട്. സ്ത്രീകളുടെയും കുട്ടികളുടെയും കമ്മിറ്റി, SC/ST കമ്മിറ്റി, പരാതികളുടെ കമ്മിറ്റി. നിയമസഭാ സമ്മേളനവുമായിട്ട് അനുബന്ധിച്ച് MLA-മാര് ചെയർമാനും മറ്റ് MLA-മാര് മെമ്പേഴ്സും ഒക്കെ ആയിട്ടുള്ള കമ്മിറ്റികളുണ്ട്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കമ്മിറ്റിയാണ്. അവർക്ക് എന്തെങ്കിലും പരാതി, ഇപ്പം ഇതിനെപ്പറ്റി, കറപ്ഷനെ പറ്റിയിട്ടുള്ള പരാതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തു കൈമാറ്റം ചെയ്യുന്നതിന് പട്ടയത്തിനെ കുറിച്ചുള്ള പരാതി, അല്ലെങ്കിൽ സ്ത്രീകളുടെ പരാതി, എന്തെങ്കിലും വികലാംഗരുടെ പരാതി, അതിനൊക്കെയുള്ള കമ്മിറ്റികളുണ്ട്. സബ് കമ്മിറ്റികളും കമ്മിറ്റികളുമുണ്ട്.
ആ കമ്മിറ്റികളിൽ ഏറ്റവും പ്രധാനമെന്ന് കരുതുന്നത് പരാതി പരിഹരണ കമ്മിറ്റിയാണ്, അതായത് പെറ്റിഷൻസ് കമ്മിറ്റി. ആ പെറ്റിഷൻസ് കമ്മിറ്റി വിളിച്ചു കൂട്ടുമ്പോൾ അതിന്റെ ചെയർമാൻ നിഷ്കർഷിക്കാറുണ്ട് എപ്പോഴും SP-യും DIG-യും IG-യും ഒക്കെ വരണം എന്ന്. വളരെ സീരിയസ് ആയിട്ട് പറയും. പോയില്ലെങ്കിൽ വളരെ വലിയ ക്രിറ്റിസിസവും പിന്നെ കത്ത് എഴുതി DGP-ക്ക് കൊടുക്കുകയും അച്ചടക്ക നടപടി ശുപാർശ ചെയ്യുകയും പിന്നെ അത് വലിയ പ്രശ്നമാണ്, അതിന് മറുപടി എഴുതാൻ നിൽക്കണം നമ്മൾ. അപ്പോൾ അതുകൊണ്ട് എല്ലാ പെറ്റിഷൻസ് കമ്മിറ്റിയിലും നമ്മൾ കൃത്യമായി അറ്റൻഡ് ചെയ്യുകയും അവർ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ മറുപടി രേഖാമൂലം എഴുതി കൊടുക്കുകയും വേണം. ഞാൻ എറണാകുളം IG ആയിട്ടിരിക്കുമ്പോഴായിരുന്നു പെറ്റിഷൻസ് കമ്മിറ്റിയുടെ ഒരു മീറ്റിംഗ് നിയമസഭാ അനക്സിൽ വിളിച്ചു കൂട്ടിയതും അതിൽ എറണാകുളം IG വരണം എന്ന് നിഷ്കർഷിച്ചുകൊണ്ട് ഒരു കത്ത് വരികയും ചെയ്തത്. ഒരു സ്ത്രീയുടെ പരാതിയുടെ പുറത്തായിരുന്നു, ഏതോ വൈവാഹിക പ്രശ്നമായിരുന്നു. അപ്പോൾ അതിന്റെ പുറത്ത് നടപടി എടുത്തു, പ്രതി അറസ്റ്റ് ചെയ്തു, കേസെടുത്തു, എല്ലാം ചെയ്തു. പക്ഷെ അത് പറയാനായിട്ട് IG വരെയുള്ള റാങ്കിലുള്ള ഓഫീസേഴ്സ് വരണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാനുണ്ടായിരുന്നു, കമ്മീഷണർ ഉണ്ടായിരുന്നു, മറ്റ് പല ജില്ലകളിൽ നിന്നുള്ള SP-മാരും DIG-മാരും ഉണ്ടായിരുന്നു, സീനിയർ ലെവലിലുള്ള പലരും ഉണ്ടായിരുന്നു. മീറ്റിംഗിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു MLA ആയിരുന്നു. അദ്ദേഹം കുറച്ച് മുൻചുണ്ടിക്കാരനാണ്, ധാർഷ്ട്യക്കാരനാണ്, ലക്കും ലഗാനും ഇല്ലാതെ സംസാരിക്കും. അങ്ങനെയുള്ള ഒരു MLA-യുടെ ചെയർമാൻഷിപ്പിൽ നടക്കുന്ന മീറ്റിംഗ് ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും പ്രത്യേകം സൂക്ഷിച്ചാണ് പോകുന്നത്. യൂണിഫോം ഒക്കെ ഇട്ട് മര്യാദയോടുകൂടി പോയിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഓഫീസേഴ്സിൽ ഋഷിരാജ് സിംഗ് സാർ ഉണ്ടായിരുന്നു, ആനന്ദകൃഷ്ണൻ ഉണ്ടായിരുന്നു, ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നുള്ള രാജീവൻ സാർ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. അദ്ദേഹം ചർച്ച ചെയ്ത ഒരു കേസിനകത്ത് റിപ്പോർട്ട് ശരിയല്ല എന്നും പറഞ്ഞ് അദ്ദേഹം കുറച്ച് ഉറക്ക സംസാരിച്ചു ചെയർമാൻ MLA. അപ്പൊ അതിൽ ഋഷിരാജ് സിംഗ് സാറിനായിരുന്നു അതിന്റെ മറുപടി പറയേണ്ടിയിരുന്നത്. അപ്പൊ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അതിങ്ങനെയൊക്കെ പോലീസിന് അന്വേഷിക്കാൻ പറ്റുമോ, അതിന് നിയമപരമായിട്ട് തടസ്സങ്ങളുണ്ട്, ഞങ്ങൾ കഴിയുന്നത് പോലെ അന്വേഷിച്ചിട്ടുണ്ട്, അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കുറെ ബഹളം വെച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വടക്കേ ഇന്ത്യൻ ഓഫീസേഴ്സിനൊന്നും ഇതൊന്നും മനസ്സിലാവില്ല, യു ബെഗർ എന്ന് മട്ടിൽ അദ്ദേഹം സംസാരിച്ചു. ഇംഗ്ലീഷിൽ അങ്ങനെ യു ബെഗർ എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരും ഞെട്ടിപ്പോയി, ഞങ്ങൾ എല്ലാവരും ചാടി എണീറ്റു. അപ്പം അദ്ദേഹം പറഞ്ഞു, അല്ലല്ല ഞാൻ തെറ്റൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ബഗർ എന്നാണ് പറഞ്ഞത്, ബെഗറിന് തെണ്ടി എന്നുള്ള രീതിയിലല്ല ഞാൻ പറഞ്ഞു, ബഗ് ചെയ്യുന്ന ആളെന്നുള്ള മട്ടില്ല, ബഗർ എന്ന വാക്കാണ് ഞാൻ യൂസ് ചെയ്തത്. അദ്ദേഹം ഉടനെ തന്നെ കറക്റ്റ് ചെയ്തു. അപ്പോൾ ഋഷിരാജ് പറഞ്ഞു, എനിക്കിവിടെ ഇരിക്കാൻ താല്പര്യമില്ല, ഞാൻ ഇത് ബോയ്ക്കോട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞു. അദ്ദേഹം എണീറ്റ് നിന്ന് ഫയലൊക്കെ എടുത്ത് കൂളായിട്ട് അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോയി. എനിക്കും ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ പൊങ്ങി 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 വരുന്നുണ്ട്. ആനന്ദകൃഷ്ണനും ആ മീറ്റിംഗിൽ ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹവും എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞാനും ബഹിഷ്കരിക്കുകയാണ്, ഇത് IPS ഓഫീസേഴ്സിനെ മൊത്തം മോശമാക്കുന്ന രീതിയിലുള്ള ഒരു പ്രയോഗമായി പോയി, അതുകൊണ്ട് അങ്ങനെ ഒരു ജനപ്രതിനിധിയാണെന്ന് എനിക്ക് അങ്ങനെയൊന്നും പറയാൻ സാറിന് അവകാശമില്ല, അതുകൊണ്ട് ഞാനും ബഹിഷ്കരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞു. അങ്ങനെ ആനന്ദകൃഷ്ണൻ എനിക്ക് തോന്നുന്നു ഇറങ്ങിപ്പോയി എന്ന് തോന്നുന്നു. അവർ രണ്ടുപേരും പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഞാനും പോവുകയാണ്, ഇതിൽ എനിക്കും പ്രതിഷേധമുണ്ട് എന്ന് പറഞ്ഞ് ഞാനും എണീറ്റപ്പോൾ പറഞ്ഞു, അങ്ങനെ എല്ലാവരും കൂടെ ഇറങ്ങിപ്പോയാൽ എങ്ങനെയാ, നിങ്ങൾ അവിടെ ഇരിക്കുക, നിങ്ങളോട് എനിക്ക് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യാനുണ്ട്, അതിനാണ് ഈ മീറ്റിംഗ് തന്നെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്, ഇറങ്ങിപ്പോകാൻ പറ്റില്ല, അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചിരുത്തി. അപ്പം എൻ്റെ കയ്യിൽ രാജീവൻ സാർ അടുത്തിരുന്നോണ്ട് കയ്യിൽ പിടിച്ച് രാജീവൻ സാറും താഴെ ഇരുത്തി, ഇരിക്കും ശ്രീലേഖ പോകണ്ട, എല്ലാവരും കൂടെ ബഹിഷ്കരിച്ചാൽ എങ്ങനെയാ, വലിയ വാർത്തയാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്തായാലും വാർത്തയായി, പിറ്റേ ദിവസം പത്രത്തിൽ അത് വലിയ വാർത്തയായിട്ടൊക്കെ വന്നായിരുന്നു. എൻ്റെ കേസ് ഡിസ്കഷൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് ഇഷ്ടമായി. അദ്ദേഹം പറഞ്ഞു ശരി, അപ്പോൾ അടുത്ത പ്രശ്നത്തിലേക്ക് കടക്കാം എന്ന് പറഞ്ഞ്. കഴിഞ്ഞവരൊക്കെ ഇറങ്ങി പോകാറുണ്ട് ഈ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ, നീണ്ടു പോയി. എൻ്റെ പ്രശ്നം ചർച്ച ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് ഞാൻ എണീറ്റ് നടക്കാനായിട്ട് പോയപ്പോൾ ഒന്ന് നിന്നേ എന്ന് അദ്ദേഹം എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ തിരിഞ്ഞു നിന്ന്, എന്നെ അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം, പക്ഷെ എന്നാലും എൻ്റെ നെയിം ബോർഡ് ഇങ്ങനെ രൂക്ഷമായിട്ടൊന്ന് നോക്കിയിട്ട് പറഞ്ഞു, ശ്രീലേഖ അല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെ സർ, ശ്രീലേഖ എന്ന് ഞാൻ പറഞ്ഞു. ആ ശരി പൊക്കോ എന്നെ അടുത്ത് പറഞ്ഞു, എന്തോ ഒരു ത്രെറ്റനിങ് പോലെ പറഞ്ഞു. പിന്നീട് പല പ്രാവശ്യം അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ചും ട്രാൻസ്പോർട്ട് കമ്മീഷണറൊക്കെ ആയിട്ടിരിക്കുമ്പോഴും ഒക്കെ പല മീറ്റിങ്ങുകൾക്ക് അദ്ദേഹം വന്നിട്ടുണ്ട്. വളരെയധികം ഫംഗ്ഷനുകളിൽ ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്നോട് കാര്യമായിട്ടൊക്കെ തന്നെയാണ് അദ്ദേഹം പെരുമാറുന്നത്. രണ്ട് സംഭവം പറഞ്ഞത്, അതായത് ഒരു MLA പെരുമാറുന്ന രീതിയും ഒരു സീനിയർ IPS ഓഫീസർ, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ റാങ്കിലിരിക്കുന്ന ഒരു ഓഫീസർ പെരുമാറുന്ന രീതിയും നമ്മളുടെ തന്നെ ഇടയിലുള്ള ചില IPS ഓഫീസർമാരുടെ പെരുമാറ്റ രീതിയും വളരെ രസകരമായതുകൊണ്ടാണ്. ഇതെൻ്റെ 125-ാം എപ്പിസോഡാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായ ഈ രസകരമായ ഈ 2-3 സംഭവങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ചത്. ഞാൻ ചിലരുടെ പേര് പറഞ്ഞിട്ടുണ്ട്, ചിലരുടെ പേര് പറഞ്ഞിട്ടില്ല. ഞാൻ പേര് പറയാത്തത് എന്താണ്, നിങ്ങൾക്ക് ധൈര്യമില്ലാത്തത് കൊണ്ടാണോ എന്നൊക്കെ പലരും എന്നോട് ചോദിക്കാറുണ്ട്. ഒരു ചാനലിൽ നടത്തിയ ഇന്റർവ്യൂവിൽ ഞാൻ ഒരു വനിതാ ഓഫീസർക്ക്, ഒരു സീനിയർ ഓഫീസറിന്റെ അടുത്ത് നിന്ന് പീഡനം ഉണ്ടായതായിട്ടുള്ള പരാതി എൻ്റെ മുന്നിൽ വന്നതുകൊണ്ട് എന്തുകൊണ്ട് ആ സീനിയർ ഓഫീസറിന്റെ പേര് പറഞ്ഞില്ല, എന്തുകൊണ്ട് ആ വനിതാ SI നിങ്ങൾ സംരക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് പല പ്രക്ഷോഭങ്ങളും ബഹളങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ കണ്ടു. എല്ലാവരോടും മറുപടി പറയാൻ പറ്റില്ല, കാരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, അവരുടെ പേര് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവുന്നത് കൊണ്ട് പറയാത്തതാണ്. ഒരു പരാതി എഴുതി ഒരു കേസ് എടുത്ത് അയാളെ പുറത്താക്കാനായിട്ട് എനിക്ക് പറ്റില്ല, അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അവിടെ.
കൂടാതെ ഒരു സീനിയർ ഓഫീസറിന്റെ പേര്, അന്നത്തെ DIGയുടെ പേര് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നവുമാകും. കാരണം അദ്ദേഹത്തിന് കുടുംബം ഉള്ളതാണ്. അദ്ദേഹവും ഞാനും തമ്മിൽ യാതൊരു പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നോട് വളരെ സ്നേഹത്തോട് തന്നെയാണ് പെരുമാറിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വലിയ വിഷമമാവും. ആവശ്യമില്ലാതെ എന്തിനായി ചൊറി കുത്തി മുറിവ് വീണ്ടും ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിനകത്ത് എന്നോടൊപ്പം ഇരുന്ന ഉദ്യോഗസ്ഥരുടെ ചിലരുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല, ചിലരുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. ആ MLAയുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല, മനഃപൂർവ്വമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം, ധരിക്കാം, ആരാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിന്തിക്കാം. അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഇതെല്ലാം വലിയ വലിയ ഗുരുക്കന്മാരാണ്. നമ്മളെ ഓരോ ആൾക്കാരുടെ സ്വഭാവം മനസ്സിലാക്കുകയും ഇപ്പോൾ ഋഷിരാജ് സാറും അനന്തകൃഷ്ണനും ഒക്കെ അങ്ങനെ പെരുമാറുന്നത് കൊണ്ട് എപ്പോഴും എൻ്റെ മനസ്സിൽ അവർക്കൊരു വലിയ സ്ഥാനമുണ്ട്. അങ്ങനെയുള്ള കുറെ ഉദ്യോഗസ്ഥരെ ഇതുപോലെ നല്ല സ്വഭാവം കാണിക്കുന്ന, തലയെടുപ്പുള്ള, പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയുന്ന ഉദ്യോഗസ്ഥരോടൊരു പ്രത്യേക സ്നേഹം എനിക്ക് ഉള്ളത് കൊണ്ട് അവരുടെ പേര് പറഞ്ഞു. മറ്റുള്ള എല്ലാവരോടും സ്നേഹം തന്നെയാണ്. എല്ലാ ആൾക്കാരോടും, എല്ലാ മനുഷ്യരോടും, എല്ലാ ജീവജാലങ്ങളോടും സ്നേഹം തോന്നുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ആർക്കുമെതിരെ പരാതി കൊടുക്കാനോ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാനോ ഒന്നും സാധിക്കാത്ത ഒരു അവസ്ഥ വരുന്നത്. എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. വേറൊരു സംഭവ കഥയുമായി ഇനി കാണാം. സസ്നേഹം, ശ്രീലേഖ.